ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗ്ഗ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പോൾ രാത്രികാലം സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. അല്പസമയം ഉറങ്ങിയുണരുവാനും കർത്താവിൻ്റെ പാദപിടം ചേർന്ന് കടന്നു വരുവാനും സഹായിച്ചു. സൗഖ്യത്തിലും സുബോധത്തിലും എഴുന്നേൽപ്പിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ഒക്കെ അവിടുത്തെ പകല ദാനമായി നൽകി തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെയും ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ അങ്ങയുടെ പാദപിടത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. നാഥ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും, ഹാലലി അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതത്തെയും കൊച്ചു തലമുറകളെയും ജോലിയിലായിരിക്കുന്ന മക്കളെയും ഹാലലിയ കർത്താവ് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമായ കർത്താവ് ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരുപോലെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സമാധാനവും സന്തോഷവും സൗഖ്യവും ദൈവകൃപയും നിറഞ്ഞവരായിരിക്കാൻ സ്വർഗത്തിലെ അപ്പച്ചൻ സഹായിക്കുമാറാകണം. ഓരോ മക്കളുടെയും ആവശ്യം ആഗ്രഹം പറഞ്ഞ് മാനിക്കുമാറാകണം. ദൈവകൃപയും സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകണമേ കർത്താവേ. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിയെ ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ചാട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി തന്നാട്ടെ. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പരീക്ഷയിൽ കൂടെ ഇരുന്നല്ലോ. ജയം കർത്താവെ അവിടുത്തെ പക്കല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജയം തന്ന് സഹായിക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ പ്രയത്നിക്കുന്ന മക്കളുണ്ട്. അവരുടെ പരീക്ഷകളിലെല്ലാം കർത്താവ് കൂടെയിരിക്കണം. അവരുടെ ഇൻ്റർവ്യൂവിൽ കർത്താവ് കൂടെയിരിക്കണം. അവരുടെ മെഡിക്കലിൽ കർത്താവ് കൂടെയിരിക്കണം. എല്ലാം നന്മയ്ക്കായി ചെയ്യണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധ പ്രയാസമോ പ്രതികൂലം കൊണ്ട് അനുവദിക്കാതോണം സ്വർഗത്തിലെ അപ്പ അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് കൊണ്ട് നിർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുക്കണമേ എന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹാലലി കർത്താവ് എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ എല്ലാ മക്കളെയും ഏൽപ്പിക്കട്ടെ. ജോലി ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ അപ്പൻ അവരുടെ അവസ്ഥകളെ അറിഞ്ഞ്, അവരുടെ ഭവനം അറിഞ്ഞ്, അവരുടെ മാതാപിതാക്കളെ അറിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്ഭുത വഴികളെ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഹാലലുയ കർത്താവ്, എയർപോർട്ടിൽ ഹാലലുയ ആ നല്ല ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്ന പൈതലിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നാഥ, അവളുടെ ആഗ്രഹത്തെ മാനിക്കണമേ കർത്താവേ. ഹാലലുയ കർത്താവേ, ശ്രേഷ്ഠമായ നിലവാരത്തിൽ അവളെ ഉയർത്തിയെടുക്കുവാൻ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. സ്വർഗം മാനിച്ചാട്ട് കർത്താവ്. അങ്ങനെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, വഴിവാതിൽ തുറക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ, ഉപജീവനമാർഗമാ ചോദിക്കുന്ന സ്വർഗം സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരിക കർത്താവ്. അനുഗ്രഹിക്കും, നിശ്ചയമായും കരുതും. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വീണ്ടും കർത്താവ്, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന തക്കതുണയെ ഒരുക്കിക്കൊള്ളണമേ. അവരുടെ വിവാഹം നടക്കാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, അപ്പൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. മാസത്തിയോളം കൂടിയിരിക്കണേ, സുഖപ്രസവം നൽകണമേ. എൻ്റെ ദൈവമായ കർത്താവെ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. തലചായ്പാൻ ഭവനം ഒരുക്കണേ അപ്പാ. വാടക ഭവന പങ്കാളി പാർക്കുന്നവർ അതൊക്കെ ഒന്ന് ഒഴിഞ്ഞ് സ്വന്തം ഭവനത്തിൽ പാർക്കുവാൻ അവസരം നൽകണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ സമയം യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്ന എല്ലാ മക്കളെയും നിശ്ചിത സ്ഥാനത്ത് എത്തുവോളം കൃപയിൽ പൊതിയണമേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുന്നു. പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത് സമാധാനത്തോടെ കാത്തുകൊള്ളണമേ കർത്താവേ. പ്രത്യേകിച്ച് അപ്പോൾ കുടുംബജീവിതത്തിൽ ഒരു സമാധാനം അനുഭവിക്കാത്ത അനേക പ്രിയ മക്കളുണ്ട് കർത്താവേ. മദ്യപാനികളായ ഭർത്താവിനെ ചൊല്ലി, ലഹരിക്ക് അടിമപ്പെട്ട ഭർത്താവിനെ ചൊല്ലി, ഹാലലി മ്ലേച്ഛമായ ജീവിതം നയിക്കുന്ന ഭർത്താവിനെ ചൊല്ലിയൊക്കെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ.
ഏൽപ്പിച്ചു തരിക. ഒരു സമാധാനം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കട്ടെ. സന്തോഷമുള്ള ജീവിതം നയിക്കട്ടെ കർത്താവേ. ഛിന്ന ഭിന്നമായി പോകാൻ ഒരിക്കലും അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തെ അനുഭവത്തിൽ ഓരോ ജീവിതങ്ങളെയും കൊണ്ടുവരണമേ കർത്താവേ. വേദനയോടെ ആ വിഷയം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. നാഥാ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു. രോഗികളെയും ദുഃഖിതരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ആശ്വാസം പകരണമേപ്പാ. സ്തോത്രം കർത്താവേ. ഹാലേലുയ കർത്താവേ, സ്തോത്രം. പല നീറുന്ന വേദനകളിൽക്കൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങളുണ്ട്. ആരോരും സഹായിപ്പാനില്ലാത്ത ജീവിതങ്ങളുണ്ട്. രോഗാവസ്ഥയിൽ കിടക്കയിലായിരിക്കുന്നവരുണ്ടപ്പാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതമുണ്ട് കർത്താവേ. മനസ്സലിയണേപ്പാ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പോൾ അതിൻ്റെ ദൂതനെ ഇറക്കി സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും എല്ലാ മക്കളെയും വിടുവിക്കണമേ അപ്പാ. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ബൈപ്പാസ് സർജറിക്കായിട്ട് ഒരുങ്ങുന്നവരുണ്ട് കർത്താവേ. സ്തോത്രം അപ്പാ, സ്തോത്രം. അതിവേദനകളും ശരീരം മുഴുവൻ നീർക്കെട്ടുമായി വേദനപ്പെടുന്നവരുണ്ട് കർത്താവേ. തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. സ്തോത്രം. ഉദരസംബന്ധമായ രോഗമുള്ളവരെ പല വിധത്തിൽ ഹാലേലൂയ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. മുഴയുള്ളവരുണ്ട് കർത്താവേ. എല്ലാവരെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവേ. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, കാഴ്ചയും കേൾവിയുമില്ലാത്തവരുണ്ട്, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരെ ഒക്കെ തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, കൈവിടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സൗഖ്യം കാത്തു കിടക്കുന്ന ഓരോ മക്കൾക്കും അവിടുന്ന് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ. നന്ദി കർത്താവേ, സ്തോത്രം. ദൈവമായ കർത്താവേ, സ്തോത്രപ്പാ. കണ്ണിന് കാഴ്ചയില്ലാതെ ഭാരപ്പെടുന്ന ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കണമേ. ഹാലലുയ. ഒരു ഭവനത്തിൽ അമ്മയും മകനും കർത്താവെ കാഴ്ചയില്ലാതെ ഭാരപ്പെടുന്നു. സ്വർഗത്തിലെ ദൈവമേ, നീ അവിടുന്ന് ഹാലലിയ കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ ഇറങ്ങിച്ചിരിച്ചവരാ. ആമേൻ. ഹാലലുയ കർത്താവ്, നീ കുരുടന് കാഴ്ച കൊടുത്ത ദൈവമെന്ന് അവർ വിശ്വസിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവർക്കത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനത്തിൻ്റെ എല്ലാ വിഷയവും കർത്താവ് ഏറ്റെടുക്കണമേ. ഹാലേലൂയ. സഹോദരിയെ ഏൽപ്പിക്കുകയാ. അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് മദ്യപാനിയാ കർത്താവേ. ആമേൻ. കുടുംബത്തിലൊരു സ്വസ്ഥത കൊടുക്കാത്തവനാ കർത്താവേ. ഹാലേലൂയ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകനൊരു ജോലി ലഭിച്ചിട്ട് ഹാലേലൂയ പല കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. കടഭാരം തീർക്കേണ്ടതായിട്ടുണ്ട് കർത്താവേ. എൻ്റെ ദൈവം മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് കൊടുത്ത കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ആ ജീവിതം സന്തോഷമായി മുൻപോട്ട് പോകട്ടെ. ആ മകൾക്ക് കർത്താവേ ഒരു ജോലി ചെയ്യുവാനുള്ള ഭാഗ്യം ഒരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, സ്തോത്രം. പ്രാർത്ഥനയെ ചോദിച്ച് ഓരോ ജീവിതങ്ങളെയും ഒന്നുകൂടി ഏൽപ്പിക്കട്ടെ കർത്താവേ. ഹാലലൂയ. ഞങ്ങളുടെ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും നല്ല ജയമൊരുക്കണമെന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഹാലേലൂയ കർത്താവേ. ഹാലേലൂയ. എല്ലാ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മറുപടി അയച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഹാലേലൂയ പാപം കൂടാതെ ജീവിക്കണം. അപ്പം ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.